നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത് UAE-യിൽ. വിവരങ്ങൾ പുറത്തുവിട്ടത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് UAE-യിലെ ജയിലുകളിൽ കഴിയുന്നത് 29 ഇന്ത്യക്കാർ. പലസ്തീൻ പ്രശ്നങ്ങളിൽ നിലപാട് ആവർത്തിച്ച് UAE. പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിലെ സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുന്നതിന് ഉത്തരവാദിത്തമുള്ള സമീപനങ്ങൾ ആവശ്യമെന്നും UAE. റോഡിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റഡാർ പരിശോധന ഊർജിതമാക്കി ദുബായ് പോലീസ്. കുറ്റകൃത്യങ്ങളെല്ലാം റഡാർ പരിശോധനയിലൂടെ കണ്ടെത്താൻ കഴിയും. കുറ്റം ആവർത്തിച്ചാൽ വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുമെന്നും അധികൃതർ. വിദേശത്തായിരുന്നിട്ടും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുഴുവൻ ശമ്പളവും കൈപ്പറ്റിയ ഡോക്ടർക്ക് ശിക്ഷ വിധിച്ച ക്രിമിനൽ കോടതി. 5 വർഷം തടവും 10 ലക്ഷം കുവൈറ്റ് ദിനാർ പിഴയും വിധിച്ചു. രാജ്യത്ത് പുറത്തായതിനാൽ 15 വർഷമായി ജോലിക്ക് ഹാജരായില്ലെന്നും കണ്ടെത്തൽ. ഹമാസിന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും സഹകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് എല്ലാ സഹായവും നൽകുമെന്നും ട്രംപ്. തെറ്റുതിരുത്തലും സ്വയം വിമർശനവുമായി CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വരെ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം. സ്വതന്ത്രന്മാരെ പാർട്ടിയോട് അടുപ്പിക്കുമ്പോൾ ശ്രദ്ധ വേണം. വിവാദ പ്രസ്താവനയിൽ മന്ത്രി സജി ചെറിയാന് വിമർശനം. ലീഗിനെ കൂടെ നിർത്തുന്നതിൽ ഗൗരവ ചർച്ചയാകാമെന്നും സംഘടനാ റിപ്പോർട്ട്. സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രശംസ. വിശദമായ വാർത്തകൾ നോക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത് UAE-യിൽ. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് പാർലമെന്റിൽ ഇക്കാര്യം അറിയിച്ചത്. 29 ഇന്ത്യക്കാരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് UAE-യിലെ ജയിലുകളിൽ കഴിയുന്നത്. പാർലമെന്റിൽ മന്ത്രി ഈ റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം 3 ഇന്ത്യക്കാരുടെ വധശിക്ഷയാണ് കഴിഞ്ഞ ദിവസം UAE ജയിലിൽ നടപ്പിലാക്കിയത്. ഇതിൽ 2 പേർ മലയാളികളാണ്. UP-യിലെ ബന്ദ ജില്ലയിൽ നിന്നുള്ള 33-കാരിയായ ഷഹ്സാദി ഖാന്റെ വധശിക്ഷ ഫെബ്രുവരി 15-നാണ് അബുദാബിയിൽ നടപ്പിലാക്കിയത്. ഇനി 26 പേരാണ് ജയിലുകളിൽ കഴിയുന്നത്. സൗദി അറേബ്യയിൽ 12 ഇന്ത്യക്കാരും കുവൈറ്റിൽ 3 പേരും ഖത്തറിൽ ഒരാളും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായി മന്ത്രി പാർലമെന്റിൽ അറിയിച്ചു. വിദേശത്താകെ 54 പേരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. മുസ്ലിം ലീഗ് MP ഹാരിസ് ബീരാന്റെ ചോദ്യത്തിനാണ് മന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ മറുപടി. തൃണമൂൽ കോൺഗ്രസ് അംഗം സാകേത് ഗോഖലെയുടെ മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി വിദേശ ജയിലുകളിൽ നിലവിൽ വിചാരണ തടവുകാർ ഉൾപ്പെടെ ഇന്ത്യൻ തടവുകാരുടെ എണ്ണം 10,152 ആണെന്ന് കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. അമൃത ന്യൂസ്, സൗദി. പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിലെ സങ്കീർണമായ വെല്ലുവിളികൾ നേരിടുന്നതിന് ഉത്തരവാദിത്തമുള്ള സമീപനങ്ങൾ ആവശ്യമാണെന്ന് UAE. പലസ്തീൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി കെയ്റോയിൽ ചേർന്ന അറബിക് ലീഗ് കൗൺസിലിലാണ് UAE നിലപാട് ആവർത്തിച്ചത്. പലസ്തീൻ ഇസ്രായേൽ സംഘർഷം കൊണ്ടുണ്ടാകുന്ന ഏറ്റുമുട്ടലിനും നാശത്തിനും രാഷ്ട്രീയവും സമാധാനപരമായ പരിഹാരങ്ങൾ വേണമെന്നും സ്ഥിതി കൂടുതൽ വഷളാകുന്നത് തടയാൻ സംയമനവും വിവേകവും പുലർത്തണമെന്നും UAE ആവശ്യപ്പെട്ടു. പലസ്തീന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി കെയ്റോയിൽ നടന്ന അറബ് ലീഗ് കൗൺസിലിലാണ് ഈ വിഷയത്തിന്മേലുള്ള നയപരമായ സമീപനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി UAE വ്യക്തമാക്കിയത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെയും നിയമവിരുദ്ധ ഇസ്രായേലി നടപടികളെയും UAE അപലപിച്ചു. പലസ്തീനികളെ ബലമായി കുടിയിറക്കാനുള്ള ശ്രമം അസ്വീകാര്യവും അസാധ്യവുമാണെന്ന് UAE ചൂണ്ടിക്കാട്ടി. തുടർച്ചയായ ഇസ്രായേലി ലംഘനങ്ങൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും UAE ആവശ്യപ്പെട്ടു. താൽക്കാലിക പരിഹാരങ്ങൾ പരാജയമാണ്. സംഘർഷം അവസാനിപ്പിക്കാൻ ഉത്തരവാദിത്വപൂർണമായ സുസ്ഥിരമായ പരിഹാരമാണ് ആവശ്യം. സമാധാനവും സഹവർത്തിത്വവും നിലനിൽക്കാൻ പ്രാദേശിക അന്തർദേശീയ പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും UAE അറിയിച്ചു. മാനുഷിക കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനുള്ള വിദേശ നയ സമീപനം സ്വീകരിച്ചുകൊണ്ട് പലസ്തീൻ ജനതയ്ക്ക് മാനുഷികവും ദുരിതാശ്വാസപരവുമായ സഹായം നൽകുമെന്നും UAE വ്യക്തമാക്കി. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്.
റോഡിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ റഡാർ പരിശോധന ഊർജിതമാക്കി ദുബായ് പോലീസ്. വേഗപരിധി ലംഘിക്കൽ, ട്രാഫിക് സിഗ്നലുകൾ മറികടക്കൽ, വിപരീത ദിശയിലെ ഡ്രൈവിംഗ്, അടിയന്തര ആവശ്യങ്ങൾക്കുള്ള പാതകളിലൂടെയുള്ള ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്ര, കാൽനടക്കാരോടുള്ള അവഗണന എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെല്ലാം റഡാർ പരിശോധനയിലൂടെ കണ്ടെത്താനാകുമെന്ന് ദുബായ് പോലീസിലെ ട്രാഫിക് വിഭാഗം അറിയിച്ചു. കാലാവധി കഴിഞ്ഞ രജിസ്ട്രേഷൻ, അനുവദനീയ പരിധിയിൽ കൂടുതലുള്ള ടിൻഡ് ഗ്ലാസുകൾ എന്നിവയും കണ്ടെത്താനാകും. ശബ്ദപരിധി ലംഘിച്ചാൽ 2000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ. വാഹനങ്ങൾ തമ്മിലുള്ള നിശ്ചിത അകലം പാലിക്കാതിരുന്നാൽ 400 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റ് ശിക്ഷയും ലഭിക്കും. കുറ്റം ആവർത്തിച്ചാൽ വാഹനം 30 ദിവസത്തേക്ക് കണ്ടുകെട്ടുമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിലെ ഡെബിറ്റ് കാർഡായ മത ഉപയോഗിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് പരാതികൾ നൽകാൻ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പ്ലാറ്റ്ഫോമായ അബ്ഷിറിൽ സൗകര്യമൊരുക്കിയതായി പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾക്കെതിരെ ബാങ്കുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകണം. അബ്ഷിർ പ്ലാറ്റ്ഫോമിലെ അക്കൗണ്ടിൽ പ്രവേശിപ്പിച്ച് ഖിത്താമി പൊതുസുരക്ഷാ വകുപ്പ് സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് പരാതി എന്നീ ലിങ്കുകൾ ക്ലിക്ക് ചെയ്താണ് പരാതി സമർപ്പിക്കേണ്ടത്. പരാതി ലഭിച്ചാലുടൻ ബന്ധപ്പെട്ട സുരക്ഷാ വകുപ്പുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. വിദേശികൾക്ക് തങ്ങളുടെ ആശ്രിതരുടെ ഇഖാമ സ്വയം ഇഷ്യൂ ചെയ്തെടുക്കാവുന്ന സേവനവും അബ്ഷിറിൽ പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. സൗദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നൽകുന്ന ബോർഡർ നമ്പറുള്ള കുടുംബാംഗങ്ങളുടെ ഇഖാമയാണ് ഇങ്ങനെ രക്ഷകർത്താവിന് അബ്ഷിർ വഴി ഇഷ്യൂ ചെയ്തെടുക്കാൻ സാധിക്കുക. കുറഞ്ഞ വേതനത്തിന് വീട്ടുജോലിക്കാരെ നൽകുമെന്നുള്ള ഓൺലൈൻ പരസ്യങ്ങൾ സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശവുമായി റോയൽ ഒമാൻ പോലീസ്. ഇത്തരം പരസ്യങ്ങളുടെ ലിങ്കുകൾ ഓപ്പൺ ചെയ്യരുതെന്നും പ്രതികരിക്കരുതെന്നും ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ കൈവശപ്പെടുത്തി തട്ടിപ്പിനുള്ള സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ നൽകരുതെന്നും അറിയിപ്പിൽ പറയുന്നു. SMS വഴി വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകിയുള്ള തട്ടിപ്പ് രീതികളെക്കുറിച്ചും ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിദേശത്തായിരുന്നിട്ടും കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുഴുവൻ ശമ്പളവും കൈപ്പറ്റിയ കുവൈറ്റ് പൗരനായ മാനസികാരോഗ്യ ഡോക്ടർക്ക് ക്രിമിനൽ കോടതി 5 വർഷം തടവും 10 ലക്ഷം കുവൈറ്റ് ദിനാർ പിഴയും വിധിച്ചു. 15 വർഷത്തിലേറെയായി വിദേശത്തായിരുന്നിട്ടും മുഴുവൻ ശമ്പളവും ഡോക്ടർ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. ഡോക്ടർ 15 വർഷമായി രാജ്യത്തിന് പുറത്തായതിനാൽ ജോലിക്ക് ഹാജരായിരുന്നില്ല. എന്നിട്ടും മന്ത്രാലയത്തിലെ മറ്റൊരു ജീവനക്കാരനുമായി ഒത്തുകളിച്ച് മുഴുവൻ ശമ്പളവും കൈപ്പറ്റിയിരുന്നു. ഇതിനെ തുടർന്ന് പബ്ലിക് പ്രോസിക്യൂഷനിലും ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലും റിപ്പോർട്ട് ലഭിച്ചു. ഡോക്ടറുടെ രാജ്യത്തേക്കുള്ള വരവും പോക്കും അന്വേഷിച്ചപ്പോൾ അദ്ദേഹം 15 വർഷമായി മറ്റൊരു രാജ്യത്ത് താമസിക്കുകയാണെന്ന് കണ്ടെത്തിയിരുന്നു. കുവൈറ്റിൽ റമദാനിൽ പ്രമോഷണൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന റെസ്റ്റോറന്റുകളുടെയും ഭക്ഷണശാലകളെയും കുറിച്ചുള്ള സാമൂഹ്യകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. നോമ്പ് തുറക്കുന്നവർക്ക് ഇഫ്താർ ഭക്ഷണം നൽകുന്നതിന്റെ മറവിൽ സംഭാവനകൾ ചോദിക്കുന്നവരെക്കുറിച്ചാണ് മുന്നറിയിപ്പ്. നോമ്പ് തുറക്കുന്നവർക്ക് ഇഫ്താർ ഭക്ഷണം ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് പ്രഖ്യാപിച്ച റെസ്റ്റോറന്റുകളെ മന്ത്രാലയത്തിന്റെ ടീമുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. നിയമലംഘനം ആവർത്തിക്കുകയാണെങ്കിൽ ലൈസൻസ് പിൻവലിക്കുന്നത് പോലുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കും. കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ച് ചില പള്ളികൾക്കും റെസിഡൻഷ്യൽ ഏരിയകൾക്കും സമീപമുള്ള 80-ലധികം വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന കിയോസ്കുകൾ നീക്കം ചെയ്തുവെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കുവൈറ്റ് സർക്കാരും മൈക്രോസോഫ്റ്റും തമ്മിൽ ഒരു സംയുക്ത കരാർ ഒപ്പുവെച്ചതായി കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾക്കുള്ള സ്റ്റേറ്റ് മന്ത്രി ഒമർ അൽ ഒമർ. ഇതോടെ മിഡിൽ ഈസ്റ്റിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ ഡാറ്റാ സെന്റർ കുവൈത്തിന് സ്വന്തമാകും. അമീറിന്റെയും കിരീടാവകാശിയുടെയും ഉന്നതമായ നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ നിരീക്ഷണത്തിനും കീഴിൽ വന്ന ഒരു സുപ്രധാന ചുവടുവെപ്പാണിതെന്ന് കരാർ ഒപ്പുവെക്കുന്ന വേളയിൽ അൽ ഒമർ പറഞ്ഞു. പ്രമുഖ സാങ്കേതിക കമ്പനികളെ കുവൈത്തിൽ നിക്ഷേപം നടത്താൻ ആകർഷിക്കുന്നതിനുള്ള തന്ത്രപരമായ ദിശയുടെ ഭാഗമാണിതെന്നും ഡിജിറ്റൽ ഇന്നൊവേഷന്റെ ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ സ്ഥാനം മെച്ചപ്പെടുത്തുകയും അതിവേഗ സാങ്കേതിക വികാസങ്ങൾക്ക് അനുസൃതമായി ഡിജിറ്റലൈസേഷൻ വേഗത്തിലാക്കാനും ദേശീയ കേഡർമാരെ യോഗ്യനാക്കാനുമുള്ള ഉറച്ച പ്രതിബദ്ധതയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദുബായ് മെട്രോ ട്രോം യാത്രക്കാരുടെ യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനും നവീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വികസിപ്പിച്ചു. ദുബായ് മെട്രോയുടെ നടത്തിപ്പിന്റെയും പരിപാലനത്തിന്റെയും ഉത്തരവാദിത്തമുള്ള കമ്പനിയായ കിയോലിസ് MHAയുമായി സഹകരിച്ചാണ് പദ്ധതി തയ്യാറാക്കിയത്. യാത്രാ ഗതാഗത സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും
പൊതുഗതാഗതത്തിൽ നൂതന സാങ്കേതിക പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്നതിനുമുള്ള RTA തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് പദ്ധതി ആവിഷ്കരിച്ചത്. യാത്രക്കാരുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും കൂടുതൽ പരിശോധനകൾ ആവശ്യമുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നതിനും സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള സംവിധാനം സഹായിക്കും. ഗോൾഡ് ക്ലാസ് കമ്പാർട്ട്മെന്റുകളുടെയും സ്ത്രീകൾക്കുള്ള കമ്പാർട്ട്മെന്റുകളുടെയും ദുരുപയോഗം പോലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്താനും പദ്ധതി സഹായിക്കുമെന്ന് ദുബായ് RTA അറിയിച്ചു. ജിദ്ദ മലപ്പുറം ജില്ലാ വനിതാ KMCCക്ക് പുതിയ ഭാരവാഹികളായി റസീന പള്ളിപ്പറമ്പൽ, സുഹൈല തേറമ്പത്ത്, ഷഫീദ ടീച്ചർ കോട്ടയ്ക്കൽ എന്നിവരെ യഥാക്രമം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഖജാൻജിയായിട്ടാണ് തെരഞ്ഞെടുത്തത്. സലീന ടീച്ചർ, ഖദീജ മുഹമ്മദ്, സക്കീന യാസ്മിൻ, ഷബ്ന സക്കരിയ, സൻഹ ബഷീർ, ആഷിഫ PV, ഇർഷാദ ഇല്യാസ്, സുഹ്റാബി മഞ്ചേരി എന്നിവർ സഹഭാരവാഹികളുമാണ്. ഷറഫിയ മേനോൽ ഓഡിറ്റോറിയത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന് നാണി മാസ്റ്റർ നേതൃത്വം നൽകി. മുംതാസ് ടീച്ചർ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. MSF ഹരിത സംസ്ഥാന ട്രഷറർ റിസ്വാന ഷിറിൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗൾഫിൽ ജോലിക്കായി പോയ തിരുവല്ല സ്വദേശി സാം വർക്കിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് വൃദ്ധമാതാവ് അടക്കമുള്ള കുടുംബം. 2 വർഷങ്ങൾക്ക് മുൻപാണ് സാം വർക്കി ഏജന്റ് മുഖാന്തരം ഷാർജയിലേക്ക് ജോലിക്കായി വിസിറ്റിംഗ് വിസയിൽ പോയത്. ഇന്ത്യൻ എംബസിയിൽ ഉൾപ്പെടെ വിവരം അറിയിച്ചിരുന്നെങ്കിലും 2 വർഷമായി മകനെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. വിധവയായ 74-കാരി സാറാമ്മ വർക്കിക്ക് തന്റെ മകനെപ്പറ്റി 2 വർഷമായി യാതൊരു വിവരവും ലഭ്യമല്ല. 2023 മെയ് മാസമാണ് സാം വർക്കി ഷാർജ അജ്മാനിലേക്ക് പോയത്. സാം അജ്മാനിലെത്തിയ ശേഷം 1 മാസത്തോളം കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് സാമിനെപ്പറ്റി കുടുംബത്തിന് യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല. ആലപ്പുഴ സ്വദേശിയായ ഏജന്റ് മകനെ ചതിക്കുകയായിരുന്നുവെന്നാണ് ഈ അമ്മ പറയുന്നത്. അവനെ അവിടെ കിടന്ന് അവന് ജോലിയില്ല, അവിടെ ചെന്ന് പട്ടിണി കിടന്ന് ഒരാഴ്ച താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. പിന്നെ ഭക്ഷണമില്ല അവന്. പിന്നെ നമ്മൾ ഇവിടുന്ന് വായിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവൻ്റെ വിവരമില്ലാത്തത് നമ്മളിവിടുന്ന് പൈസ അയച്ചു കൊടുത്തവന് 2 പ്രാവശ്യം. ഭക്ഷണവും താമസ സൗകര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അയച്ചു കൊടുത്തു, ഉടനെ അയച്ചു കൊടുത്തു. പക്ഷെ ഈ കബീർ എന്ന് പറയുന്ന അവനാണ് കളിപ്പിച്ചത്, ആലപ്പുഴക്കാരൻ. ഷാർജയിലെത്തിയ ശേഷം സാമിന്റെ നിർദ്ദേശപ്രകാരം ഒപ്പം താമസിച്ചിരുന്ന മറ്റൊരു മലയാളിക്ക് കുടുംബം 2 തവണയായി പണം അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നതായി സഹോദരി സനു പറഞ്ഞു. കാരണം അടുത്തുള്ള ആരോ ഒരാളെ പരിചയപ്പെട്ട് അവരുടെ മൊബൈലിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടായിരിക്കണം അയച്ചു കൊടുത്തത്. നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് ചെയ്തത്. അപ്പോൾ അവരവിടുന്ന് ക്യാഷ് കൊടുക്കുമായിരുന്നു. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ഉജ്ജ്വല തുടക്കം. കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ 530 പ്രതിനിധികൾ പങ്കെടുക്കും. MV ഗോവിന്ദൻ വീണ്ടും സെക്രട്ടറിയാകാൻ തന്നെയാണ് സാധ്യത. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ ആർക്കും പ്രായപരിധിയിൽ ഇളവ് നൽകിയേക്കില്ല. വികസന നയങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാനും രാഷ്ട്രീയ നയങ്ങൾ രൂപപ്പെടുത്താനുമായുള്ള CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായിരിക്കുന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന CPMന്റെ സംസ്ഥാന സമ്മേളനത്തിനാണ് കൊല്ലം ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ തുടക്കമായിരിക്കുന്നത്. മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ AK ബാലൻ സമ്മേളന നഗറിൽ രാവിലെ 9 മണിയോടെ പതാക ഉയർത്തി. തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. PB അംഗവും കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററുമായ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 44 നിരീക്ഷകരും അതിഥികളും ഉൾപ്പെടെ 530 പേരാണ് ഇത്തവണ CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികളായുള്ളത്. 75 വയസ്സെന്ന പ്രായപരിധി കർശനമായി നടപ്പാക്കാൻ ഉറപ്പിച്ചാണ് സമ്മേളന നടപടികളിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. പ്രായപരിധി കർശനമാക്കുന്നതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് AK ബാലൻ, ആനാവൂർ നാഗപ്പൻ, PK ശ്രീമതി എന്നിവർ ഒഴിവാകും. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടർന്നേക്കും. പ്രായപരിധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ് ഇളവുണ്ടാവുക. മന്ത്രി MB രാജേഷ്, കടകംപള്ളി സുരേന്ദ്രൻ, TN സീമ എന്നിവർ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി പരിഗണിക്കപ്പെടുന്നവരിൽ പ്രമുഖരാണ്. കണ്ണൂരിൽ നിന്നുള്ള MV ജയരാജനെയും P ജയരാജനെയും പരിഗണിക്കുമോ അതോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി ആ സ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിലാണ് 24ാം പാർട്ടി കോൺഗ്രസ്. അമൃത ന്യൂസ്, കൊല്ലം.
കേരളത്തിലെ CPM-നെയും പിണറായി സർക്കാരിനെയും പ്രകീർത്തിച്ച് കേന്ദ്ര നേതൃത്വം. ഇന്ത്യയിലാകെ ഇടതുപക്ഷത്തിന് കേരളത്തിലെ ഇടത് സർക്കാർ മാതൃകയെന്നും നവകേരള രേഖ വികസനത്തിന്റെ വഴികാട്ടിയെന്നും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി. അതേസമയം നവഫാസിസം വിവാദത്തിൽ വ്യക്തത വരുത്തുകയാണ് കേന്ദ്ര നേതൃത്വം. നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പറയാൻ തയ്യാറാകാതെ ഫാസിസ്റ്റ് പ്രവണതയുള്ള സർക്കാർ എന്ന നിലപാട് അടിവരയിട്ട് പറയുകയാണ് പ്രകാശ് കാരാട്ട്. ദേശീയ തലത്തിൽ ഭരണമുള്ള ഏക സംസ്ഥാനം കേരളം എന്നതിനാൽ CPM-ന് 2026-ലും ഭരണം നിലനിർത്തുക എന്നത് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ വിവാദങ്ങളും വിമർശനങ്ങളും വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടാതെ കേരള ഘടകത്തെ പ്രകീർത്തിക്കുകയാണ് ദേശീയ നേതൃത്വം. CPM-ന്റെ കേരള ഘടകം കരുത്താർജിക്കുന്നുവെന്നും പിണറായി സർക്കാർ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് മാതൃകയാണെന്നും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു. നവകേരള രേഖ കേരളത്തിന്റെ വികസന കുതിപ്പിന്റെ വഴികാട്ടിയാണെന്നും പ്രകാശ് കാരാട്ട് പ്രശംസിച്ചു. നവഫാസിസത്തെ ദേശീയ തലത്തിൽ CPM നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും തങ്ങൾക്കാരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും കോൺഗ്രസിന്റേത് വില കുറഞ്ഞ രാഷ്ട്രീയമാണെന്നും പ്രകാശ് കാരാട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന് മറുപടി നൽകി. 11 years of Modi government's rule, the aggressive drive to impose the Hindutva agenda and the neoliberal agenda, the Congress party is only playing cheap politics. We do not need certificates from the Congress leadership here on how to fight the BJP and the RSS. നരേന്ദ്രമോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് CPI പറയുമ്പോൾ CPM ആകട്ടെ ഫാസിസ്റ്റ് പ്രവണതയുള്ള സർക്കാർ എന്ന് നയരേഖയിൽ ചൂണ്ടിക്കാട്ടി നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുന്നുവെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മോദി സർക്കാർ ഫാസിസ്റ്റ് പ്രവണതയുള്ള സർക്കാർ എന്ന നിലപാട് തന്നെയാണ് CPM ദേശീയ നേതൃത്വവും അടിവരയിട്ട് പറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർട്ടിയിലെ വ്യക്തിപൂജയ്ക്കെതിരെ EP ജയരാജൻ. വ്യക്തിയല്ല പാർട്ടിയാണ് ശക്തിയെന്നും പാർട്ടിയാണ് കരുത്തെന്നും EP ജയരാജൻ പറഞ്ഞു. പാർട്ടിയെ ആര് നയിക്കുമെന്ന ചോദ്യത്തിന് പാർട്ടിയെ പാർട്ടി നയിക്കുമെന്നും CPM എന്നത് ഒരു വ്യക്തിയല്ലെന്നുമായിരുന്നു സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ EP-യുടെ മറുപടി. പാർട്ടിയുടെ ജനകീയ മുഖം തിരിച്ചറിയുന്ന ജനങ്ങൾ പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. കേരളത്തിലുൾപ്പെടെ രാജ്യവ്യാപകമായി SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് SDPI മുഖേന കോടികൾ ചെലവഴിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. നിരവധി രേഖകൾ പിടിച്ചെടുത്തു. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയതിന് പിന്നാലെയാണ് ഷുഹൈബിനെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ നാളെ കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഹാജരാക്കും. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസ് തുടർന്ന് ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, +1 പരീക്ഷയുടെ കണക്ക് എന്നീ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. പ്രമുഖ സ്ഥാപനത്തിന്റെ ഉടമയാണ് തന്റെ സ്ഥാപനത്തിലേക്ക് ചോദ്യപേപ്പർ ചോർത്തിയ അധ്യാപകൻ ഫഹദിനെ അയച്ചതെന്നും തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ഷുഹൈബ് പറഞ്ഞു. എൻ്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ്. ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചതാണ്. അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകർ ആരോ പറഞ്ഞയച്ചെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ MS സൊല്യൂഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതെ, അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പേര് ഞാൻ പറയൂല. സ്കൂളിലെ പ്യൂൺ അബ്ദുൾ നാസറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വാട്സാപ്പ് വഴി MS സൊല്യൂഷൻസിലെ അധ്യാപകൻ ഫഹദിന് ചോദ്യങ്ങൾ ചോർത്തി നൽകിയെന്ന് പ്രതി അബ്ദുൾ നാസർ മൊഴി നൽകിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. ഉത്തരാഖണ്ഡ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡെറാഡൂണിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. മുഖ്യക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയും ഗംഗാ ആരതിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ആദി കൈലാസത്തിന്റെ പുണ്യസ്ഥലമായ പാർവതികുണ്ടിലും പ്രധാനമന്ത്രി ദർശനം നടത്തി. ശേഷം പിത്തറാഘട്ട് ജില്ലയിലെ ഖുഞ്ചി ഗ്രാമത്തിലെ യാത്ര ചെയ്യുകയും പ്രദേശത്തുള്ള നാട്ടുകാരുമായി സംവദിക്കുകയും ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ സന്ദർശനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയെ ശക്തമായി അപലപിച്ച് UK. പൊതുപരിപാടികളെ തടസ്സപ്പെടുത്താനുള്ള ഏതൊരു ശ്രമവും അംഗീകരിക്കാനാകില്ലെന്ന് UK വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ലണ്ടനിലെ ചാത്തം ഹൗസിന് പുറത്ത് ഇന്നലെ വൈകിട്ടാണ് സംഭവം. പരിപാടിയിൽ പങ്കെടുത്ത ജയശങ്കർ മടങ്ങുമ്പോഴാണ് ഖാലിസ്ഥാൻ ഭീകരർ ഇന്ത്യൻ ദേശീയ പതാകയും ഉച്ചഭാഷണികളുമായി എത്തി പ്രതിഷേധിച്ചത്.
ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കുന്നതിൽ ഹമാസിന് അന്ത്യശാസനം നൽകി ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെ എത്രയും വേഗം വിട്ടയക്കണമെന്നും കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങൾ ഹമാസ് വിട്ടു നൽകണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഹമാസുമായി US നേരിട്ട് ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസന. ഗാസയിൽ നിന്ന് എല്ലാ ഇസ്രയേൽ ബന്ദികളെയും മോചിപ്പിക്കണം. നിർദ്ദേശമനുസരിച്ചില്ലെങ്കിൽ ഹമാസിലെ ഒരാൾ പോലും സുരക്ഷിതമായിരിക്കില്ലെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹമാസ് കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇസ്രയേലിന് അവരുടെ ജോലി പൂർത്തിയാക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും അമേരിക്ക വ്യക്തമാക്കി. ട്രൂത്ത് സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. അതേസമയം യുദ്ധാനന്തര ഗാസയുടെ പുനർനിർമ്മാണത്തിനായി അറബ് രാജ്യങ്ങൾ അംഗീകരിച്ച പദ്ധതി അമേരിക്കയും ഇസ്രയേലും തള്ളി. യുദ്ധാനന്തരം ഗാസയെ ഇസ്രയേൽ തങ്ങൾക്ക് നൽകുമെന്നും ഗാസയെ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. മയക്കുമരുന്നിന്റെ ഉറവിടം കണ്ടെത്താനും അവ ഇല്ലാതാക്കാനും എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് ആകുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ച് CPI നേതാവ് C. ദിവാകരൻ. തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് കേരളത്തിലെ പ്രശ്നം പരിഹരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കലാപകാരികളാണ് ഇന്നത്തെ തലമുറ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കുടിയന്മാരാണ്, മയക്കുമരുന്നുകാരാണ്, കോടതി ഏജൻ്റാണ്. പിന്നെ നമ്മുടെ ജോലി എന്താ? വെറുതെ സമൂഹത്തിൻ്റെ ഒരു പുതിയ തലമുറയുടെ മുഖത്ത് നോക്കി അവരെല്ലാം കുഴപ്പക്കാരാ. അതിൻ്റെ ഉറവിടം കണ്ടെത്തണം. ഈ കേരളത്തിൽ ഇന്ന് നടക്കുന്ന അനിഷ്ട സംഭവങ്ങളുടെ ഉറവിടം കണ്ടെത്താനും അത് പൊളിക്കാനും സർവശക്തിയുമുള്ള ഒരു ഗവൺമെൻറ് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം ജനങ്ങൾ ഉന്നയിക്കുകയാണ്. ആരാണ് തെരഞ്ഞെടുത്ത പ്രതിനിധികളെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ പിൻവലിക്കാൻ നിയമമുണ്ടാകണമെന്ന് CPI നേതാവ് C. ദിവാകരൻ. കിട്ടിയ അവസരം ഉപയോഗിക്കാമെന്ന് കരുതുന്ന പ്രതിനിധികളാണ് കൂടുതലെന്നും ജനങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്നവർ കുറവാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ പ്രതിനിധികളായി, മന്ത്രിമാരായി, ഭരണാധികാരികളായാൽ അവരുടെ വേഷവും മട്ടും ഭാവവും എല്ലാം പെട്ടെന്ന് മാറിയാൽ ജനങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഈ പാർലമെൻറ്റ്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനോട് നമുക്ക് ശുപാർശ ചെയ്യാനുള്ളത്. എപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് അപ്പം വിഡ്രാ ചെയ്യാൻ ഇവരെ പിൻവലിക്കണം. അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ മൂലവ്യാധി രോഗനിർണയ ക്യാമ്പ് നടത്തി. ആയുർവേദ ഡീൻ സ്വാമി ശങ്കരാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് ആയുർവേദത്തിലുള്ള ചികിത്സകളെക്കുറിച്ചും അമൃതയിലുള്ള സേവനങ്ങളെപ്പറ്റിയും അദ്ദേഹം ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ സൗജന്യ രോഗനിർണയവും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ക്ഷാരസൂത്രം, ക്ഷാരകർമ്മം എന്നീ രീതികളിലൂടെയും മരുന്നിലൂടെയും ശല്യതന്ത്ര വിഭാഗം വിദഗ്ധ ഡോക്ടർമാർ 2 പതിറ്റാണ്ടിലേറെയായി ഇവിടെ മൂലവ്യാധികൾക്ക് ചികിത്സ നൽകുന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിൽ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ഹെഡ് G. ഹരികൃഷ്ണൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ NV രമേശ്, സീനിയർ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ആരതി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ശല്യതന്ത്ര വിഭാഗം ഡോക്ടറായ PN രാജേശ്വരി, ശൈത്യരാജ്, ശ്യാം വിനയൻ, സൗമ്യ മോഹൻ, V. ശ്രീദേവി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രബലമായി കാണപ്പെടുന്ന അർശസ് അല്ലെങ്കിൽ മൂലക്കുരു, അതുപോലെ ഫിസ്റ്റുല എന്ന് പറയുന്ന രോഗം, അതുപോലെ ഫിഷേഴ്സ് എന്ന് പറയുന്ന രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമായ ചികിത്സകൾ ആയുർവേദത്തിലുമുണ്ട്. ശസ്ത്രസാധ്യമല്ലാത്ത പല അവസ്ഥകളിലും ആയുർവേദം വളരെ ഗുണകരമാണ്. അത് പരിശോധിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ വേണം. അത് ഏർപ്പെടുത്താൻ വേണ്ടി അമൃത ആയുർവേദ കോളേജിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ചെറുപ്പക്കാരുടെ ഇടയ്ക്കും ഈ ഫിഷർ മുതലായ രോഗങ്ങൾ കൂടുതൽ പ്രബലമായിട്ടുണ്ട്. അതിന് ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭ്യമാണ്. അതെല്ലാവരും പ്രയോജനപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമിക്കെതിരെ വിമർശനവുമായി അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി. ഓസ്ട്രേലിയക്കെതിരായ ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനൽ മത്സരത്തിനിടെ ഷമി വെള്ളം കുടിക്കുന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെയാണ് റസ്വിയുടെ പ്രതികരണം. നോമ്പുകാലത്ത് ആരോഗ്യമുള്ള ഒരു വ്യക്തി വ്രതം അനുഷ്ഠിക്കുകയെന്നതാണ് പ്രധാന ഉത്തരവാദിത്തമെന്നും അങ്ങനെ ചെയ്യാതിരിക്കുന്നവർ വലിയ കുറ്റക്കാരാണെന്നുമായിരുന്നു റസ്വിയുടെ വിമർശനം. നോമ്പുകാലത്ത് ആരോഗ്യമുള്ള ഒരു വ്യക്തി വ്രതമെടുക്കുക എന്നത് മുസ്ലിമിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിലൊന്നാണ്. ആരോഗ്യവാനായ ഒരു സ്ത്രീക്കും പുരുഷനും ദൈവം നിർബന്ധമാക്കിയതാണിത്. ഇന്നലെ ഷമി കളിക്കിടെ വെള്ളം കുടിച്ചു. അദ്ദേഹം കളിക്കുന്നതിനർത്ഥം ആരോഗ്യവാനാണെന്നാണ്.
ആ സമയത്ത് നോമ്പെടുക്കാതിരുന്നത് ശരിയായില്ല. തെറ്റായ സന്ദേശമാണ് ഇത് സമൂഹത്തിനും സമുദായത്തിനും നൽകുന്നത്. നോമ്പ് പിടിക്കാത്തതിലൂടെ വലിയ കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നും റസ്വി പറയുന്നു. ശരീഅത്തിന്റെ കണ്ണുകളിൽ അദ്ദേഹം ക്രിമിനലാണ്. ഇതിന് താരം ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും NIA പുറത്തുവിട്ട വീഡിയോയിൽ റസ്വി പറയുന്നു. മത്സര ദിവസം തന്നെ ഷമിക്കെതിരെ വിമർശനവുമായി സോഷ്യൽ മീഡിയയിലൂടെ പലരും രംഗത്തെത്തിയിരുന്നു. അതേസമയം ഷമിയെ പിന്തുണച്ചും ആരാധകർ പ്രതികരിക്കുന്നുണ്ട്. രാജ്യത്തിനു വേണ്ടി കളിക്കുന്നതിന് മുൻഗണന നൽകിയ ഷമിയെ പ്രശംസ കൊണ്ട് മൂടുകയാണ് ഇവർ. മതപരമായ ആചരണത്തേക്കാൾ രാജ്യസ്നേഹത്തിന് മുൻഗണന നൽകുന്നുവെന്ന സന്ദേശമാണ് ഇതിലൂടെ ഷമി നൽകിയതെന്നും ചിലർ പറയുന്നു. ഈ കടുത്ത ചൂടിൽ വെള്ളം കുടിക്കാതിരിക്കുക ബുദ്ധിമുട്ടാണെന്നും ഈ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവമാണ് മുകളിലുള്ളതെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. ഷമിക്കു പിന്തുണയുമായി കുടുംബവും രംഗത്തെത്തി. അദ്ദേഹം രാജ്യത്തിനു വേണ്ടി കളിക്കുകയാണ്. പാകിസ്ഥാൻ ടീമിലടക്കം ഒട്ടേറെ പേർ നോമ്പ് ആചരിക്കാതെ കളിക്കുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളിൽ പുതുമയൊന്നുമില്ല. വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതെ ഷമി 9-ന് നടക്കുന്ന ഫൈനലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കുടുംബാംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.